മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വിവിധങ്ങളായ ദേശക്കാരും കുടുംബക്കാരും വ്യക്തികളും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. എത്ര വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്താ കാരണം? ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ദൈവവചനമാണ് നമ്മെ തൊടുന്നത്. യേശുവാണ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മെ സ്പർശിക്കുന്നത്. ഇതാ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നിന്റെ ചുമലിൽ കൈകൾ പിടിച്ചിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് ഈ വചനം കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പോരാ, 2ാമത്തെ പ്രാവശ്യം കണ്ണുകൾ അടച്ചു ഒന്നുകൂടി കേൾക്കണം കേട്ടോ. വചനം ഇതാണ്, യെശയ്യാ 25:8. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. മകളെ, ഈശോ നിന്റെ ചുമലിൽ കൈകൾ വെച്ച് ഈ വചനം പറയുന്നു കേട്ടു നോക്കിയേ. പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ തടവറയിലാണ് ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന പലരും. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇനി ഞാൻ എന്തു ചെയ്യും? എല്ലാ വഴികളും അടഞ്ഞല്ലോ കർത്താവേ, സഹായിക്കാനായിട്ട് ആരുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലർ പ്രാകും, വേറെ ചിലർ ശപിക്കും, വേറെ ചിലർ മദ്യത്തിലേക്ക് പോകും, വേറെ ചിലർ ജഡമോഹങ്ങളിൽ കുടുങ്ങിപ്പോകും. ഒന്ന് ഓർക്കണേ, നമ്മുടെ ദൈവം കരയിപ്പിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം കണ്ണീര് തുടയ്ക്കുന്ന ദൈവമാണ്. മനുഷ്യർ നിന്നെ കരയിപ്പിച്ചാലും ദൈവം ആ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. ഇതൊന്ന് മനസ്സിലാക്കുക. കർത്താവ് നമ്മോട് പറയുന്ന പോലെ ഒന്ന് കേൾക്കുക, മനസ്സിലിത് വിശ്വസിക്കുക. എൻ്റെ കണ്ണീര് തുടയ്ക്കും, എൻ്റെ അപമാനം മാറ്റിക്കളയുമെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ച് പല പ്രാവശ്യം ഇത് കേൾക്കുക. പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ നിന്നെ തളരാതെ കാത്തു സൂക്ഷിച്ചത് ആരാണ്? ദൈവം. ഒരു ആത്മഹത്യയിലേക്കോ ഒരു തിന്മയിലേക്കോ പോകാതെ കാത്തു സൂക്ഷിച്ചത് ആരാണ്? എന്നെ സ്നേഹിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത്, ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുക, ദൈവത്തിൽ നീ വിശ്വസിക്കുക, ദൈവത്തിൽ നീ ശക്തി നേടുക, ദൈവത്തിൽ നീ ഒരിക്കലും തളരാതെ മുന്നോട്ട് നീങ്ങുക. നീ ഏത് വഴിയിലൂടെ നടക്കുമ്പോഴും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു വരുമ്പോഴും നിനക്കുണ്ടായിട്ടുള്ള ആ പഴയകാല അപമാനമുണ്ടല്ലോ, അത് തുടച്ചു മാറ്റി എന്ന് കർത്താവ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഒത്തിരിയേറെ കണ്ണുനീരോടെയാണ് ഈ വചനം ഞങ്ങൾ കേൾക്കുന്നത്. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ കൂട്ടുകാരെയും എൻ്റെ ഭവനവാസികളുടെയും കണ്ണീര് തുടയ്ക്കുന്ന ദൈവത്തെ അവർക്കും കണ്ടുമുട്ടുവാൻ ഇടവരുത്തണമേ. അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യാം. കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് വന്ന് നിറഞ്ഞ് അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റട്ടെ. ആശ്വാസപ്രദമായ രാത്രി, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സർവരിലും വന്ന് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.